നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസന്മാരുമാകുന്നു. You are my witness and the selected ones of mine. യെശയ്യാ പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ സാക്ഷികളാണ്. Isaiah says that you are the witness of mine. ദൈവമാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. The biggest truth that you have to understand is it is God who selected you. നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് അവന്റെ സാക്ഷികളാകുവാനും അവന്റെ ദാസന്മാരായിരിക്കാനുമാണ്. You are selected by God to be his witness and also to be his servants. നമ്മുടെ ദൈവം വർദ്ധനവിന്റെ ദൈവമാണ്. Again I say that our God is a God who increases us. നമ്മുടെ ഭാരതം ദൈവമഹത്വം കാണണം. Our India is going to see the glory of God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് നൽകിയ ഒരു ദർശനമാണ്. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ത്യയിൽ സ്ഥാപിതമാക്കണമെന്ന് ഏകദേശം ഹല്ലേലൂയ 5 സ്റ്റേറ്റുകളിലായി നമ്മുടെ പ്രവർത്തനം കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. We are going to see the great revival in our land, India. മോശയുടെ കൂടെ നിന്ന ജോഷുവയാണ് ശുശ്രൂഷകനായത്. ഏലിയാവിന്റെ കൂടെ നടന്ന എലീശയാണ് അടുത്ത ശുശ്രൂഷകനായത്. വിശുദ്ധ വചനം പഠിക്കുമ്പോൾ യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരാണ് അടുത്ത ശുശ്രൂഷകനായത്. പൗലോസിന്റെ കൂടെ നിന്ന തിമോത്തിയോസാണ് അടുത്ത ശുശ്രൂഷകനായി മാറിയത്. Because we read in the Bible that Joshua who walked along with Moses became the next servant. Elisha who walked along with Elijah became the next servant. The disciples of Jesus who walked along with Jesus became the next servant. Timothy who walked along with Paul became the next servant or ordained by God for his apostolic work. യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത സുവിശേഷം പ്രസംഗിക്കുവാനായി ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്നുള്ളതിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? Do you believe that God has called you to share the unchanging word of God to the society? മാറ്റമില്ലാത്ത ദൈവവചനത്തെ ജനത്തെ പഠിപ്പിക്കാനും ദൈവത്തിന്റെ സഭയെ പരിപാലിക്കാനും ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്നുള്ളതിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? Do you have an assurity that you are called by God to preach this unchanging word of God and also to take care of the church which God has given to you? എൽ ഷദായി മിനിസ്ട്രിയുടെ സഭയാകുന്ന ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി ജീവിച്ചുകൊണ്ട് എൽ ഷദായി മിനിസ്ട്രിയിലെ ജനത്തെ നയിക്കുവാൻ നിങ്ങൾ പൂർണ്ണമായും തീരുമാനിച്ചിട്ടുണ്ടോ? Do you with your whole heart have taken a decision that you will take care of the people or the church of El Shaddai ministry which is given to your hand? That sheep you have to pasture. Do you agree for that? എബ്രായർ 8:6-7 വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. എന്താ ഒരു പുതിയ നിയമം വന്നേന്ന് നമുക്ക് അവിടെ കാണാം.
എബ്രായർ 8, 6, 7 വാക്യങ്ങൾ. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകിയാൽ അതിന്റെ വിശേഷതയ്ക്ക് ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കയില്ലായിരുന്നു. ഒന്നാമത്തെ നിയമം പൂർണ്ണമായിരുന്നെങ്കിൽ, കുറവില്ലാത്തതായിരുന്നെങ്കിൽ രണ്ടാമതൊരു നിയമം ഉണ്ടാകുകയില്ലായിരുന്നു. സൗഖ്യം നടന്നാലും ഇല്ലേലും, അത്ഭുതം നടന്നാലും ഇല്ലേലും, ഗോശാലയിൽ കന്നുകാലികൾ ഉണ്ടെങ്കിലും ഇല്ലേലും, മുന്തിരിവള്ളിയിൽ മുന്തിരിപ്പഴമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അത്തിവൃക്ഷത്തിൽ അത്തിപ്പഴമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഞാനും എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിന് ഒന്നും സംഭവിക്കത്തില്ല. ഓ, കരമൊന്നടിച്ച് കർത്താവിന് നന്ദി പറയാമോ? ഞാൻ എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധം ഉടമ്പടി ബന്ധമാണ്. ശബ്ദമുയർത്തി ഹല്ലേലൂയ. എന്നാൽ എങ്ങനെയാ പാസ്റ്റർ ഈ ഉടമ്പടി ബന്ധത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നതെന്നറിയാമോ? ഞാൻ പറഞ്ഞൊരു പുതിയ ഉടമ്പടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പുതിയ ഉടമ്പടി ഉണ്ടാക്കിയെടുത്ത് എങ്ങനെയാണെന്നറിയാമോ? സ്തോത്രം. അത് വായിക്കുന്നത് എബ്രായർ 9:12. എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്തിലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. ഒന്ന് വായിച്ചേ. ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ പറയാം, കർത്താവ് നിങ്ങളെ വീണ്ടെടുത്തത് ഒരിക്കലായിട്ട് എന്നേക്കുമായിട്ടാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ അവരുടെ പാപങ്ങൾ 1 വർഷത്തേക്ക് 6 മാസത്തേക്ക് ഒക്കെ വിമോചിച്ചുകൊണ്ടിരുന്ന ഒരു സമയമുണ്ട്. 6 മാസമാകുമ്പോൾ ഒരു കാളക്കിടാവിനെയോ ആട്ടുകൊറ്റനെയോ വല്ലതും എടുത്ത് ആ മഹാപുരോഹിതൻ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് ആ ആട്ടുകൊറ്റൻ്റെ മേളിൽ ജനത്തിൻ്റെ മുഴുവൻ അബദ്ധങ്ങളും അടിച്ചേൽപ്പിക്കും. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അത്? അങ്ങനെയായിരുന്നു അവർക്ക് ശാപവിമോചനവും പാപവിമോചനവും ഒക്കെ ലഭിച്ചിരുന്നതായി ലേവ്യ പുസ്തകം 17-ാം അധ്യായം 11-ാം വാക്യം പറയുന്നത്. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കർത്താവിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് വായിച്ചാൽ, മാംസത്തിന്റെ ജീവൻ രക്തത്തിൽ അല്ലോ ഇരിക്കുന്നത്, മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലയോ ഇരിക്കുന്നത്, യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തമാകുന്നത്. അതുകൊണ്ടത്രേ നിങ്ങളിൽ യാതൊരുത്തിനും രക്തം ഭക്ഷിക്കരുത്, നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിയും രക്തം ഭക്ഷിക്കരുത് എന്ന് ഞാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചത്. ഇസ്രായേൽ മക്കളിലോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും തിന്നാകുന്ന ഒരു അവിടെ ഒരു വാക്യം വ്യക്തമായി പറയുന്നു, രക്തത്തിലല്ലയോ ജീവൻ ഇരിക്കുന്നത്. രക്തം വാർന്നു പോയാൽ എന്തു പോവും? ജീവൻ പോവും. അപ്പോൾ രക്തത്തിൽ ജീവൻ ഇരിക്കുന്നത് കൊണ്ട് മനുഷ്യ ജീവനെ വിടുവിക്കുവാൻ, മനുഷ്യനെ രക്ഷിക്കുവാൻ പാപമില്ലാത്ത ഒരു രക്തം ആവശ്യമാണ്. പഴയ നിയമകാലത്ത് ഒരാടിനെ പിടിച്ചിട്ട് ആ ആടിൻ്റെ മുകളിൽ ജനത്തിൻ്റെ മുഴുവൻ അകൃത്യങ്ങളും പാപങ്ങളും ചുമത്തി പുരോഹിതൻ അതിനെ കാട്ടിലേക്ക്, മരുഭൂമിയിലേക്ക് അയക്കുമ്പോൾ, ഈ ആടിനെ ദുഷ്ടമൃഗങ്ങൾ അറ്റാക്ക് ചെയ്യുമ്പോൾ, കടിച്ചു കീറുമ്പോൾ, അതിൻ്റെ രക്തം ഒഴുക്കപ്പെടുമ്പോൾ കുറേ നാളത്തേക്ക് അവരുടെ പാപങ്ങൾ വിമോചിക്കപ്പെട്ടിരുന്നു എന്നവർ വിശ്വസിച്ചു. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ യോഹന്നാൻ പരിചയപ്പെടുത്തുന്ന ആ വാചകം മറന്നു പോകല്ല. യോർദാന്റെ നദിയിൽ സ്നാപക യോഹന്നാൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിളിച്ചു പറഞ്ഞു, ഇതാ വരുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഒരാളുടെ അല്ല, ഒരു സമാഗമന കൂടാരത്തിൽ നിന്ന് കുറച്ചു പേരുടെ അല്ല, മാനവകുലത്തിൻ്റെ, എൻ്റെ, നിങ്ങളുടെ, ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപങ്ങളെയും ശാപങ്ങളെയും മുഴുവൻ ശരീരത്തിലെടുത്ത ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ എങ്ങനെയാണ് ഈ പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കുക. വചനം പറയുന്നു, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്തിലല്ല, യേശു കർത്താവിൻ്റെ സ്വന്തം രക്തത്തിൽ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു,
ഒരു പ്രശ്നം അവിടെ വായിക്കുന്നുണ്ട്. കാളക്കിടാങ്ങളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ഇപ്പം മനുഷ്യന്റെ ബേസിക് പ്രോബ്ലം എന്ന് പറയുന്നത് പാപമാണ്. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചാട്ട് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയുന്നത് കേട്ടോ. മനുഷ്യൻ ശാപത്തിലായത് എങ്ങനെയാണെന്നറിയാമോ? പാപം ചെയ്തുകൊണ്ടാണ്. പാപം എന്ന് പറയുന്ന ആ കാര്യത്തേക്കാൾ മുൻപ് മനുഷ്യനിൽ ഉണ്ടായിരുന്നത് തേജസ്സാണ്, ദൈവത്തിൻ്റെ തേജസ്. മനുഷ്യൻ പാപം ചെയ്തപ്പോഴാണ് തേജസ് നഷ്ടപ്പെട്ടത്. മനുഷ്യൻ പാപം ചെയ്തപ്പോഴാണ് തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. മനുഷ്യൻ പാപം ചെയ്തപ്പോഴാണ്, തെറ്റ് ചെയ്തപ്പോഴാണ് അവൻ്റെ മുകളിൽ ശാപമുണ്ടായത്, രോഗമുണ്ട്. അപ്പം എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണം എന്ന് പറയുന്നത് പാപമാണ്. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. പാപത്തിൻ്റെ വേജസ്സാണ്, സിന്നിൻ്റെ വേജസ്സാണ് ഡെത്ത്, മരണമെന്ന് പറയുന്നത്. രണ്ട്, പാപമെന്ന് പറയുന്നത് നമ്മുടെ തേജസ്സിനെ നഷ്ടപ്പെടുത്തുന്നതാണ്. പാപത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് പാപത്തിൻ്റെ വിഷമുള്ളെന്നാണ്, വിഷമുള്ള. അപ്പൊ പാപമെന്ന് പറയുന്നത് ഒരു വിഷമാണ്. സിൻ ഈസ് എ പോയിസൺ. ആ വിഷം മനുഷ്യന്റെ അകത്ത് കയറിയാണ് മനുഷ്യന് ആത്മീകമായ മരണമുണ്ടായത്. ഹല്ലേലൂയ. പലരും ആത്മീകമായി മരിച്ചിരിക്കുന്നതിൻ്റെ കാരണം പാപത്തിൻ്റെ വിഷം അകത്ത് കയറിയതാണ്. വിഷം അകത്ത് പോയാൽ വാഷ് ചെയ്യണം. വിഷം അകത്ത് പോയി കഴിഞ്ഞാൽ കഴുകി ഇറക്കണം. ഇല്ലെങ്കിൽ ആ പേഷ്യൻ്റ് രക്ഷപ്പെടത്തില്ല, ആ രോഗി രക്ഷപ്പെടത്തില്ല. അങ്ങനെയാണെങ്കിൽ മാനവകുലത്തിൻ്റെ അകത്ത് കയറിയ, മനുഷ്യൻ്റെ അകത്ത് കയറിയ ഏറ്റവും വലിയ ശക്തമേറിയ വിഷമായ പാപം, അത് കഴുകാനാണ് 1 യോഹന്നാൻ 1-ാം-അധ്യായം 7-ാം വാക്യം പറയുന്നത്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നിന്റെ സകല പാപവും പോക്കി നിന്നെ വിശുദ്ധീകരിക്കുന്നു. കർത്താവായ യേശുവിന്റെ രക്തത്തിന് മാത്രമേ, ഞാൻ വളരെ വാസ്തവമായ കാര്യമായി പറയുന്നത്, ആത്മീയ ലോകത്തിൽ ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കാതിരിക്കുമ്പോൾ, കൈകൊട്ടാതിരിക്കുമ്പോൾ, സ്തുതിക്കാതിരിക്കുമ്പോൾ, സന്തോഷിക്കാതിരിക്കുമ്പോൾ, നല്ല ജീവിതം നയിക്കാതിരിക്കുമ്പോൾ, സത്യമായി ഞാൻ പറയുന്നു, പാപത്തിൻ്റെ വിഷം അറിഞ്ഞോ അറിയാതെയോ ആ വ്യക്തിയിൽ കയറിയിട്ടുണ്ട്. പാപത്തിൻ്റെ വിഷം അറിഞ്ഞോ അറിയാതെയോ ആ വ്യക്തിയിൽ പ്രവേശിച്ചതാണ് ആ വ്യക്തി ഇങ്ങനെ പ്രവർത്തിക്കാനുള്ളതിൻ്റെ കാരണം. കാരണം ബൈബിൾ പറയുന്നു, പ്രാകൃത മനുഷ്യൻ, ജഡീക മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. രണ്ടാമത് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, ദൈവ സന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു, സാത്താന്റെ സന്തതി ഇത് അംഗീകരിക്കുകയില്ല. സ്തോത്രം, 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 സ്തോത്രം. പിന്നെയും പൗലോസ് പറയുന്നു, കുരിശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക്, കളിയാക്കുന്നവർക്ക് ഇത് ഭോഷത്വമാ, ഇത് കോമഡിയാ. പക്ഷെ രക്ഷിക്കപ്പെടുന്ന നിങ്ങൾക്കോ ഇത് ദൈവശക്തിയാണ്. ഇത് ദൈവശക്തിയാണ്. ഇത് പവർ ഓഫ് ഗോഡ് ആണ്. ഇത് ദൈവശക്തിയാണ്. ആ ദൈവശക്തിയാണ് ജപ്തി ക്യാൻസൽ ചെയ്തത്. ആ ദൈവശക്തിയാണ് ആ ക്യാൻസർ സൗഖ്യമാക്കിയത്. ആ ദൈവശക്തിയാണ് അത്ഭുതങ്ങളെ ചെയ്യുന്നത്. ആ ദൈവശക്തിയാണ് സൂപ്പർ നാച്ചുറൽ മിറക്കിളുകൾ പ്രവർത്തിക്കുന്നത്. നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ ശക്തിയാണ്. We need the power of God. Come on, കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. എന്നാൽ ആ ദൈവശക്തി നമ്മുടെ മേൽ വെളിപ്പെടുവാൻ നമുക്കൊന്നാമതുണ്ടാകേണ്ട കാര്യം, നമ്മുടെ പാപങ്ങൾ കഴുകപ്പെടണം. പാപം എന്ന് പറയുന്ന തിന്മ ജീവിതത്തിൽ നിന്ന് മാറാതെ തേജസ് വരികയില്ല. അതുകൊണ്ടല്ലേ 38 വർഷം രോഗിയായി കിടന്നവനെ കർത്താവ് സൗഖ്യമാക്കിയിട്ട് അവനെ എഴുന്നേപ്പിച്ച് നടത്തി. എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കാൻ പറഞ്ഞു. 38 വർഷം ബെഥേസ്ദ കുളക്കരയിൽ കിടന്ന രോഗി സൗഖ്യമായി. ചിലതൊക്കെ കർത്താവ് അവന്റെ പ്രവർത്തിക്ക് വെച്ചേക്കുക. ഒരിക്കൽ ശിഷ്യന്മാർ ചോദിച്ചു, ഇവൻ ആരുടെ കുറവ് കൊണ്ടാ കുരുടനായി? ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തത് കൊണ്ടാണോ ഇവൻ കുരുടനായെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവനെങ്കിലും ഇവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തത് കൊണ്ടല്ല, ദൈവപ്രവൃത്തി ഇവനിൽ വെളിപ്പെടേണ്ടതിനകത്ത്. അങ്ങനെയുണ്ട്. എന്നാൽ 38 വർഷം രോഗിയായവൻ സൗഖ്യമായി കഴിഞ്ഞപ്പം പിന്നെ കർത്താവ് അവനെ കണ്ടത് എവിടെയാണെന്നറിയാവോ? പിന്നെ കർത്താവ് അവനെ കണ്ടത് പള്ളിയിലാണ്. അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടു. കണ്ട ഉടനെ കർത്താവ് അവനോട് പറഞ്ഞു, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, ഇനി അധികം തിന്മയായത് നിനക്ക് വരാതിരിക്കാൻ നീ പാപം ചെയ്യരുത്. സൗഖ്യമാക്കിയവൻ
സൗഖ്യമായവനോട് പറയുകയാണ്, ഇനി ഈ രോഗം നിന്നിൽ വരാതിരിക്കാൻ, ഇനി നീ അധികം പ്രശ്നത്തിൽ പോകാതിരിക്കാൻ, ഇനി നീ പാപം ചെയ്യരുത്. സൗഖ്യം പ്രാപിച്ചവരോടും ദൈവകൃപയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരോട് ഞാൻ തൊഴുകൈയോടെ പറയാം, പാപത്തോട് വിട പറയണം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പാപം എന്ന് പറയുന്നതിനെ വിഷമായി കാണണം, വിഷമായി കാണണം. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ടോ, നിങ്ങളുടെ ചെവി കൊണ്ടോ, നിങ്ങളുടെ വാ കൊണ്ടോ, നിങ്ങളുടെ കൈ കൊണ്ടോ നിങ്ങളൊരു പാപം കാണുകയോ ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ഒരു തോട്ട്, ഈ ഒരു ചിന്ത വരണം, ഒരു കുപ്പി വിഷവുമായിട്ട് നീ ഇരിക്കുകയാണ്. നീ അത് കാണുമ്പോൾ, ചെയ്യുമ്പോൾ, കേൾക്കുമ്പോൾ ആ വിഷം നീ അകത്തോട്ട് എടുക്കുകയാണ്. വിഷം അകത്ത് പോയാൽ മരണം ഉണ്ടാകും. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, പാപത്തിന്റെ വിഷം അകത്ത് പോയാൽ ഉണ്ടാകുന്നത് ആത്മീയ മരണം. ശാരീരിക മരണം പിന്നെ ഉണ്ടാകത്തുള്ളൂ, ആത്മീകമായ ആള് ചത്തു. എന്നാൽ ഏത് ആത്മീകമായി മരിച്ചവനെയും, എത്ര പാപത്തിന്റെ വിഷം അകത്ത് കയറിയവനെയും വിടുവിക്കുന്ന ഒരു രക്തമുണ്ട്. കമോൺ, കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാം. അതേശുവിന്റെ രക്തമാ, അതേശുവിന്റെ രക്തമാ, അതേശുവിന്റെ രക്തമാ, അതേശുവിന്റെ രക്തമാ. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. അത് കർത്താവിന്റെ രക്തമാ. സ്തോത്രം. അപ്പൊ യേശുവിന്റെ രക്തം എനിക്ക് ഒരിക്കലായി എന്നേക്കുമായുള്ള വീണ്ടെടുപ്പ് തന്നു. 2 എബ്രായർ 10:4 പറയുന്നു, കർത്താവിന്റെ രക്തം എൻ്റെ പാപങ്ങളെ നീക്കി. ചേർന്നൊരു ഹല്ലേലൂയ. എന്നാൽ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം 14-15 വാക്യം ഒന്ന് വായിച്ച, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നോക്കിയേ, യേശു കർത്താവിന്റെ രക്തം എന്താ ചെയ്യുന്നതെന്നറിയാമോ? എൻ്റെ അതിക്രമങ്ങളെ കർത്താവിന്റെ രക്തം മായിച്ചു. മറയ്ക്കുമല്ല, മായിച്ചു. മറച്ചത് പിന്നെയും കൊണ്ടുവരാം, മായിച്ചത് എടുക്കാൻ ഒക്കുകയില്ല. മറച്ചത് പിന്നെയും കൊണ്ടുവരാം. ഇന്ന് പകൽ ആ രക്തത്തിലൊന്ന് ആശ്രയിച്ചാട്ടെ. നിങ്ങൾ എത്ര കുഴപ്പം പിടിച്ച വ്യക്തിയാണെങ്കിലും, ഈ ഞായറാഴ്ച ഇവിടെ വന്നിരിക്കുമ്പോൾ എന്തെല്ലാം കുറ്റബോധങ്ങൾ നിങ്ങളുടെ അകത്തുണ്ടെങ്കിലും, ഇന്ന് ഈ തിരുവത്താഴം എടുക്കാൻ പോകുമ്പോൾ നിന്റെ മനസ്സാക്ഷി നിന്നെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും, ഇന്ന് പകൽ മറയ്ക്കുന്നതല്ല മായിക്കുന്ന ഒരു രക്തം, മറയ്ക്കുന്നതല്ല മായിക്കുന്ന ഒരു രക്തം നിനക്കുണ്ട്. ഓ, ആ രക്തത്തിലൊന്ന് ആശ്രയിക്കാമോ? കർത്താവേ, മറയ്ക്കുന്നതല്ല മായിക്കുന്ന ഒരു രക്തം, എന്നെ നീതീകരിക്കുന്ന ഒരു രക്തം, എന്നെ വീണ്ടെടുക്കുന്ന ഒരു രക്തം, യേശുവിന്റെ രക്തം. യേശുവിന്റെ രക്തം ഹാബേലിന്റെ രക്തത്തെക്കാൾ എനിക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന ഒരു രക്തം എനിക്കുണ്ട്. കരങ്ങളെ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ. ആ രക്തമാണ് എന്നെ പാപത്തിൽ നിന്ന് എന്നെ വീണ്ടെടുത്തത്. എഫേസ്യർ 1:7, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പുണ്ട്. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാദന പ്രകാരം സകല ജ്ഞാനവും വിവേകവും. യേശുവിന്റെ രക്തത്താൽ എന്നാ ഉണ്ട്? യേശുവിന്റെ രക്തമാണ് എന്നെ വീണ്ടെടുത്തത്. യേശുവിന്റെ രക്തമാണ്. ഉറക്കെ പറഞ്ഞാട്ടെ, പറയണം കേട്ടോ. ഇന്നത്തെ ഈ മെസ്സേജ് നിങ്ങളുടെ വാ കൊണ്ട് നിങ്ങൾ ഉച്ചരിക്കണം. യേശുവിന്റെ രക്തം എന്നെ വീണ്ടെടുത്തു. യേശുവിന്റെ രക്തം എന്നെ വീണ്ടെടുത്തു. എന്തിനു വേണ്ടി? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കാം. ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥനായി തീർന്നു. മുമ്പേ ഞാൻ ദൂരസ്ഥനായി, ഞാൻ ദൈവത്തിൽ നിന്ന് ഒരുപാട് ദൂരെ ആയിരുന്നു എന്ന് എത്ര പേര് പറയും? യേശുവിന്റെ രക്തം. ഓ, എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും? മുൻപേ ദൂരസ്ഥനായിരുന്ന എന്നെ സമീപസ്ഥനാക്കി മാറ്റിയത്. ഓ, യേശു. സഭയുടെ മേളിൽ വിടുതൽ നടക്കുകയാണ്. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവിന്റെ രക്തം എന്നെ വീണ്ടെടുത്തു. എഫേസ്യർ 1:7, എഫേസ്യർ 2:13 പറയുന്നു, യേശുവിന്റെ രക്തം എന്നെ ദൈവത്തോട് സമീപസ്ഥനാക്കി. അത് മാത്രമല്ല, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇത് പറയുമ്പോൾ കർത്താവിന്റെ ആത്മാവ് ചില കുടുംബങ്ങളെ സ്പർശിക്കട്ടെ. കൊലോസ്യർ 1:19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കാമോ? അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും
അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് യേശു കുരിശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. കണ്ടോ, കുരിശിൽ യേശു കർത്താവിന്റെ രക്തം കൊണ്ട് സമാധാനമില്ലാത്തിടത്ത് അവൻ സമാധാനം ഉണ്ടാക്കി. ഇന്ന് പകൽ ആ രക്തം നിന്റെ വീട്ടിലോട്ടൊന്ന് ഒഴുകിയാൽ, എത്ര പേർക്ക് ആ രക്തം നിന്റെ തലമുറയുടെ മേൽ വെളിപ്പെട്ടാൽ, യേശുവിന്റെ രക്തം നിന്റെ ബിസിനസിന് മേൽ വെളിപ്പെട്ടാൽ, അതെവിടെല്ലാം വെളിപ്പെടുന്നു അവിടെ ഒരു സമാധാനം ഉണ്ടാകും. എത്ര പേരത് ആഗ്രഹിക്കുന്നു ഇന്ന് പകലിൽ? കർത്താവേ, എന്റെ ആത്മാവിൽ, എന്റെ ചിന്തയിൽ, എന്റെ ശരീരത്തിൽ, എന്റെ മനോവികാര ഇച്ഛകളിൽ ഒരു ദൈവിക സമാധാനം ഉണ്ടാകുവാൻ എന്റെ കർത്താവിന്റെ രക്തം ഒഴുകട്ടെ. എന്റെ ഭാര്യയിൽ ഒരു സമാധാനം ഉണ്ടാകുവാൻ യാമീൻ യേശുവേ നിന്റെ രക്തം എന്റെ ഭാര്യയിൽ ഒഴുകട്ടെ. എന്റെ ഭർത്താവിൽ ഒരു സമാധാനം ഉണ്ടാകുവാൻ യേശുവിന്റെ രക്തം എന്റെ ഭർത്താവിൽ ഒഴുകട്ടെ. എന്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ഒരു സമാധാനം ഉണ്ടാകുവാൻ യേശുവിന്റെ രക്തം എന്റെ കുഞ്ഞുങ്ങളിൽ ഒഴുകട്ടെ. എന്റെ സഭയിൽ ഒരു സമാധാനം ഉണ്ടാകുവാൻ അവിടുത്തെ രക്തം ഓരോ വിശ്വാസികളിലും ഒഴുകട്ടെ. വാ തുറന്ന് പറഞ്ഞാട്ടെ, യേശുവിന്റെ രക്തത്താൽ സമാധാനം. യേശുവിന്റെ രക്തം എന്നെ വീണ്ടെടുത്തു. യേശുവിന്റെ രക്തം എന്നെ സമീപസ്ഥനാക്കി. യേശുവിന്റെ രക്തം എനിക്ക് സമാധാനം നൽകി. ചേർന്നൊരു ഹല്ലേലൂയ. അത് മാത്രമാണോ? അത് മാത്രവുമല്ല. 1 പത്രോസ് 1:18-19 എന്നോട് ചോദിക്കുക, ഏറ്റവും വേദപുസ്തകത്തിലെ പവർഫുൾ സബ്ജക്റ്റ് ഏതാന്ന് ചോദിക്കുക. ഒരു പ്രസംഗകനോട്, ഒരു ശുശ്രൂഷകനോട്, ഒരു അഭിഷിക്തനോട് ചോദിക്കും, ബൈബിളിലെ ഏത് വിഷയം പ്രസംഗിച്ചാലാ ഏറ്റവും കൂടുതൽ വിടുതൽ നടക്കുന്നത് ചോദിക്കുക. എല്ലാവരും ഒറ്റ ശബ്ദത്തിൽ പറയും, ദ ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിന്റെ രക്തം. ബ്ലഡ് ഓഫ് ജീസസ്. ദ ബ്ലഡ് ഓഫ് ജീസസ്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത് ബ്രദറെ, പാസ്റ്ററെ? വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന്, വ്യർത്ഥമായിട്ടുള്ള എന്റെ പാരമ്പര്യത്തിൽ നിന്ന് എന്നെ വിടുവിച്ചത് പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെ ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. ഉടയാരകജനകൾ ഖമാനാത്തരസ്യാന. വ്യർത്ഥമായുള്ള പാരമ്പര്യത്തിനകത്തുനിന്ന് ബൈബിൾ പറയുന്ന പാരമ്പര്യം എന്ന് പറയുന്നത് വ്യർത്ഥമാണ്. എന്നാ പാരമ്പര്യം? വ്യർത്ഥമായുള്ള പാരമ്പര്യത്തിൽ നിന്ന്. വ്യർത്ഥമാതല്ല. ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടുന്ന് പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. വ്യർത്ഥമായുള്ള പാരമ്പര്യത്തിൽ നിന്ന് എന്നെ വിടുവിച്ചത് പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളല്ല. അല്ലെന്ന്. പൊന്നും വെള്ളിയും ഒക്കെ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളാ. സ്തോത്രം. പക്ഷെ എന്നെ വീണ്ടെടുത്തത് യേശുവിന്റെ രക്തമാണ്. എന്നെ വിലയ്ക്ക് വാങ്ങിയത് യേശുവിന്റെ രക്തമാണ്. അങ്ങനെയാണെങ്കിൽ ചില പാരമ്പര്യത്തിന്റെ ചെങ്ങലകളെ യേശുവിന്റെ രക്തം പൊളിക്കും. സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. ചില പാരമ്പര്യത്തിന്റെ ചെങ്ങലകളെ ചിലരെ തളച്ചു വച്ചിരിക്കുന്ന, വിശ്വാസത്തിലേക്ക് വരാതെ, കർത്താവിലേക്ക് വരാതെ, യേശുവിന്റെ സ്നേഹത്തിലേക്ക് വരാതെ ചിലരെ തളച്ചു വച്ചിരിക്കുന്ന പാരമ്പര്യത്തിന്റെ, വ്യർത്ഥമായുള്ള പാരമ്പര്യത്തിന്റെ ചെങ്ങലകൾ യേശുവിൻ രക്തത്തിൽ അഴിഞ്ഞു വീഴട്ടെ. അഴിഞ്ഞു വീഴട്ടെ. ഞാനിത് പ്രസംഗിക്കുമ്പോൾ ആർക്കൊക്കെയോ വേണ്ടി പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ഇന്ന് പകലിൽ ദൈവത്തിന്റെ കരം ഇറങ്ങി വരികയാണ്. എന്നാൽ ആ വ്യർത്ഥമായുള്ള പാരമ്പര്യത്തിൽ നിന്ന് വിലയേറിയ യേശുവിന്റെ രക്തം എന്നെ വീണ്ടെടുത്തെന്ന് പറയുന്നവർ കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിന്റെ രക്തം എന്നെ വീണ്ടെടുത്തു. യേശുവിന്റെ രക്തം ദൂരസ്ഥനായിരുന്ന എന്നെ സമീപസ്ഥനാക്കി. യേശുവിന്റെ രക്തം എനിക്ക് സമാധാനം നൽകി. യേശുവിന്റെ രക്തം വ്യർത്ഥമായുള്ള പാരമ്പര്യത്തിനകത്തുനിന്ന് പലരും അവിടെ കടക്കുമ്പോൾ എന്നെ വിടുവിച്ചു. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 12, 13, 14 വാക്യത്തിൽ ക്രൂശുമരണത്തെ കുറിച്ച് പൗലോസ് പ്രസ്താവിക്കുന്നു. ഗലാത്യർ 3, 12, 13, 14 വാക്യം വായിക്കാം. ന്യായപ്രമാണത്തിന് വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നുണ്ടല്ലോ. മരണത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം മരത്തിന്റെ മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ
ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തന്റെ രക്തത്താൽ, തന്റെ മരണത്താൽ മരക്കുരിശിനെ എടുത്ത് കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി ന്യായപ്രമാണത്തിന്റെ കീഴിൽ കിടന്ന, ശാപത്തിന്റെ കീഴിൽ കിടന്ന നമ്മെ അവൻ വിലയ്ക്ക് വാങ്ങി. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികളുടെ മേൽ വരേണ്ടതിന് തന്നെ ഇന്ന് പകൽ ചില കുടുംബങ്ങളുടെ ശാപക്കെട്ടുകളെ യേശുവിന്റെ രക്തം അഴിക്കട്ടെ. ചില കുടുംബങ്ങളിലെ ശാപക്കെട്ടുകളെ യേശുവിന്റെ രക്തം അഴിക്കട്ടെ. ചില കുടുംബങ്ങളുടെ ശാപത്തിന്റെ മുഖത്തെ പിതാക്കന്മാർ ചെയ്ത ശാപമായിരിക്കാം, തലമുറകൾ ചെയ്ത പാപമായിരിക്കാം, ജീവിതത്തിൽ വന്ന ശാപത്തിന്റെ മുഖങ്ങൾ യേശുവിന്റെ രക്തത്താൽ അഴിഞ്ഞു വീണ് അബ്രഹാമിന്റെ അനുഗ്രഹം കർത്താവേ, എന്നെ കേൾക്കുന്ന ഓരോ വീടുകൾക്കകത്തും, ഓരോ കുടുംബങ്ങൾക്കകത്തും അബ്രഹാമിക് ബ്ലെസ്സിംഗ് ഉണ്ടാകട്ടെ. അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ വെളിപ്പെടട്ടെ. എന്നെ വീണ്ടെടുത്ത രക്തം, എന്നെ സമീപസ്ഥനാക്കിയ രക്തം, എനിക്ക് സമാധാനം നൽകിയ രക്തം, അതിലെല്ലാം ഉപരിയായിട്ട് സ്തോത്രം, എന്റെ ശാപത്തിൽ നിന്ന് വീണ്ടെടുത്ത രക്തം, എന്റെ വ്യർത്ഥമായുള്ള പാരമ്പര്യത്തിൽ നിന്ന് വിടുവിച്ച രക്തം. തീർന്നില്ല, അവന്റെ രക്തം എനിക്ക് വിമോചനം തരുന്ന രക്തം. എബ്രായർ 9:22 വായിക്കാമോ? എബ്രായർ 9:22 വിമോചനം തരുന്ന, സ്വാതന്ത്ര്യം തരുന്ന രക്തം. ഇത് പറയുമ്പോൾ ചിലരിൽ അത് സംഭവിക്കട്ടെ കർത്താവേ, വിമോചനം ഫ്രീ ആക്കുന്ന രക്തം. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. രക്തം ചൊരിയാതെ ഫ്രീഡമില്ല, വിമോചനമില്ല, സ്വാതന്ത്ര്യമില്ല. എന്നാൽ രക്തം ചൊരിഞ്ഞാൽ ഫ്രീഡമുണ്ട്, വിമോചനമുണ്ട്. എത്ര പേര് പറയും എന്റെ സ്വാതന്ത്ര്യത്തിനായി, എന്റെ യേശു കർത്താവ്, എന്റെ വിമോചനത്തിനായി എന്റെ കർത്താവ് എനിക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേരുടെ നടുവിലുണ്ട്? നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ടാകാൻ ചില വീടുകളിൽ സ്വാതന്ത്ര്യമില്ല, സമാധാനമില്ല, ഐക്യതയില്ല. എന്തോ കെട്ടപ്പെട്ടതുപോലെ കിടക്കുക, ഇന്ന് ആ കുടുംബങ്ങളെ നോക്കി ദൈവാത്മ പറയുന്നു, ആ കഴുതയുടെ കെട്ടഴിച്ചതുപോലെ നിന്റെ വീട്ടിനകത്ത് നിന്നെ തളച്ചു വെച്ചിരിക്കുന്ന ആ കുരുക്കുകൾ, ആ കെട്ടുകൾ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ അഴിക്കട്ടെ. ഏറ്റെടുത്താട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞാൻ ഈ പറയുന്ന നേരത്ത് ആത്മാവിൽ ഏറ്റെടുക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അനവധി സാക്ഷ്യങ്ങൾ ഇനിയും വെളിപ്പെടാൻ പോകുകയാണ്. ആത്മാവിനോട് പറയുകയാണ്, വിമോചനമില്ലാതെ, സ്വാതന്ത്ര്യമില്ലാതെ, ഫ്രീഡമില്ലാതെ, മാനസികമായി ആരോ കെട്ടിവെച്ചതുപോലെ, വീട്ടിനകത്തോട്ട് ചെന്ന് കയറുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തതുപോലെ, മുമ്പോട്ട് പോകാൻ പറ്റാത്തതുപോലെ നിന്നെ ഒതുക്കി കെട്ടി വെച്ചിരിക്കുന്നതിൻ്റെ അകത്ത് ഇന്ന് പകൽ യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശു ക്രിസ്തുവിന്റെ രക്തം അവിടെ കൊഴുകട്ടെ. സ്തോത്രം, 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 സ്തോത്രം. അവന്റെ രക്തം എന്നെ വീണ്ടെടുത്തു. യേശുവിന്റെ രക്തം ദൂരസ്ഥനായിരുന്ന എന്നെ സമീപസ്ഥനാക്കി. യേശുവിന്റെ രക്തം എനിക്ക് സമാധാനം തന്നു. യേശുവിന്റെ രക്തം എൻ്റെ ശാപത്തെ അനുഗ്രഹമാക്കി. യേശുവിന്റെ രക്തം എൻ്റെ വ്യർത്ഥമായുള്ള പാരമ്പര്യത്തിൽ നിന്ന് വിടുവിച്ചു. യേശു കർത്താവിന്റെ രക്തം എനിക്ക് വിമോചനം നൽകി. സഹോദരങ്ങളെ, ശ്രദ്ധിച്ചു കേട്ടോ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ രക്തം ഒഴുകിയാൽ മണിക്കൂറുകൾക്കകത്ത് കട്ട പിടിച്ചു പോകും. ഏതെങ്കിലും ഒരു വ്യക്തി രക്തം ഒഴുക്കിയാൽ മണിക്കൂറുകൾക്കകത്ത് രക്തം ഉണങ്ങിപ്പോകും. ഇന്നും കട്ട പിടിക്കാതെ ഒഴുകുന്ന ഒരു രക്തമുണ്ട്. ചൂടോടെ ഒഴുകുന്ന ഒരു രക്തം, മനുഷ്യന്റെ രക്തത്തിന്റെ കലർപ്പില്ലാത്ത വിശുദ്ധീകരിക്കുന്ന, വീണ്ടെടുക്കുന്ന രക്തം, the blood of Jesus. വിമോചനം പറഞ്ഞാട്ടെ, സ്വാതന്ത്ര്യം യേശുവിന്റെ രക്തത്തിൽ. ഉറക്കെ പറഞ്ഞാട്ടെ, സ്വാതന്ത്ര്യം, വിമോചനം യേശുവിന്റെ രക്തത്തിൽ. വിമോചനം യേശുവിന്റെ രക്തത്തിൽ. ഞാൻ ആത്മാവിൽ പറയട്ടെ, ആരെയൊക്കെ എവിടെയൊക്കെ ശത്രു കെട്ടിവെച്ചാലും
അവന്റെ ഒരു തുള്ളി രക്തം മതി അഴിച്ചു ദൂരെ കളയാൻ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. പിശാചിനെ ജയിക്കുന്ന എവിടാന്നറിയാവോ? ഒന്ന് വായിച്ചോ. വെളിപ്പാട് പുസ്തകം 12 അധ്യായം 11 വാക്യം ഒന്ന് വായിച്ചു. വെളിപ്പാട് 12:11 വായിച്ചാട്ടെ. അവൻ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും. ആരെയാ? 10 വാക്യം നോക്കിക്കോ. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അപ്പം ദൈവദാസന്മാരെ കുറ്റം പറയുന്ന വിശുദ്ധന്മാരെ, ദൈവജനത്തെ കുറ്റം പറയുന്ന അപവാദി, ആ അപവാദിയുടെ അവസാനം എവിടെയാ? തീപ്പൊയ്കയിൽ. സ്തോത്രം. ദൈവത്തിൻ്റെ മക്കളെ കുറ്റം പറയുന്ന അപവാദി എന്ന് ബൈബിൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് സാത്താനെയാണ്. അതുകൊണ്ട് അവന്റെ സന്തതിയായി ആരും മാറല്ല. ഓക്കെ, അവന്റെ അവസാനം തീപ്പൊയ്കയാണെങ്കിൽ നമ്മൾ ആ കൂട്ടത്തിൽ പോകാനുള്ളവരല്ല. ഓക്കെ, അവനെ തീയിൽ തള്ളിയിട്ട് കളഞ്ഞല്ലോ. അടുത്ത വാക്യം. അവൻ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും. അവർ അവനെ, തൻ്റെ മക്കൾ, വിശുദ്ധന്മാർ, ദൈവജനം, അവനെ, ആരെ? സാത്താനെ, കുഞ്ഞാടിന്റെ രക്തത്താലും യേശുവിന്റെ രക്തത്താലും സാക്ഷ്യവചനത്താലും ജയിച്ചു. അപ്പൊ പിശാചിനെ ജയിക്കാൻ 2 ആയുധങ്ങൾ. 1 യേശുവിന്റെ രക്തം, 2 ദൈവത്തിന്റെ വചനം. എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കുവീൻ. ആരയ്ക്ക്? സത്യം, രക്ഷയെന്ന ശിരസ്ത്രം, വചനമെന്ന ആത്മാവിന്റെ വാള്. ഇതൊരു വാള. ഇതെടുത്ത് ശത്രുവിനെ വെട്ടിയാൽ ജയിച്ചു. കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും സാക്ഷ്യവചന നിമിത്തവും പിശാചിനെ ജയിച്ചു. അപ്പോൾ യേശുവിന്റെ രക്തം സാത്താനെ ജയിച്ച രക്തം. യേശുവിന്റെ രക്തം ദൂരസ്ഥനായ എന്നെ സമീപസ്ഥനാക്കിയ രക്തം. യേശുവിന്റെ രക്തം എന്നെ വീണ്ടെടുത്ത രക്തം. യേശുവിന്റെ രക്തം എനിക്ക് സമാധാനം തന്ന രക്തം. യേശുവിന്റെ രക്തം എൻ്റെ ശാപത്തെ മാറ്റിയ രക്തം. യേശുവിന്റെ രക്തം എൻ്റെ വ്യർത്ഥമായുള്ള പാരമ്പര്യത്തിൽ നിന്ന് വിടുവിച്ച രക്തം. യേശുവിന്റെ രക്തം എനിക്ക് വിമോചനം നൽകിയ രക്തം. വെളിപ്പാട് പുസ്തകം 19 അധ്യായം 11 മുതൽ ഒന്ന് വായിക്കാമോ? സ്തോത്രം. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേർ. വെള്ളക്കുതിരയുടെ മേളിൽ ഇരിക്കുന്നവന്റെ പേരെന്നാ? വിശ്വസ്തനും സത്യവാനും. അവന്റെ പേരെന്ന് ഉറക്കെ പറഞ്ഞേ. വിശ്വസ്തനും ഓക്കെ. അപ്പൊ യേശു ആരാ? വിശ്വസ്തനും. കർത്താവിന്റെ മക്കൾ ഇതുപോലെ ഇരിക്കണം. അവരും വിശ്വസ്തരും സത്യം പറയുന്നവരും ആയിരിക്കണം. വെള്ളക്കുതിരയുടെ മേളിരിക്കുന്നവൻ ആരാ? വിശ്വസ്തനും സത്യവാനും. അടുത്ത വാക്യം. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച് ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന്റെ, നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ ആ രക്തത്തിന്റെ സ്പോട്ടുള്ള ഉടുപ്പ് ധരിച്ചവനെ കാണാം. ആ രക്തം ധരിച്ച ഉടുപ്പുള്ളവനെ കാണുമ്പം നിങ്ങൾ അവിടെ നിന്ന് ഓർക്കണം, ഈ രക്തമായി എന്നെ വീണ്ടെടുത്തേ. ഓ, ഈ രക്തമാ എന്നെ വിലയ്ക്ക് വാങ്ങി. ഈ രക്തമാ ഈ നിത്യതയിൽ എന്നെ എത്തിച്ചേ. ഈ രക്തമാ എനിക്ക് സ്വാതന്ത്ര്യം നൽകിയേ. ഈ രക്തമാ ദൂരസ്ഥനായ എന്നെ സമീപസ്ഥനാക്കിയേ. ഈ രക്തമാ എനിക്ക് സമാധാനം നൽകിയേ. ഈ രക്തത്താല ഒരിക്കലായി എന്നേക്കുമായുള്ള വീണ്ടെടുപ്പ് സാധിച്ചത്.
പക്ഷേ ഒരു വാക്യോടെ വായിക്കുന്നു, യേശുവിൻ്റെ രക്തം ചെയ്യുന്ന അടുത്ത പ്രവൃത്തി. സ്തോത്രം. എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 14-ാം വാക്യം. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പം യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് വീണ്ടും പറയുന്നു, എന്നെ ആരാധിക്കുവാൻ സഹായിക്കുന്ന രക്തം. കുറച്ചും കൂടെ ആഴമായി പറഞ്ഞാൽ, എൻ്റെ നിർജീവ പ്രവൃത്തികളെ പോക്കി എന്നെ ആരാധിക്കാൻ സഹായിച്ച രക്തം എന്ന് വെച്ചാൽ എനിക്ക് ആരാധനാ സ്വാതന്ത്ര്യം തന്ന രക്തം. ഓ, എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയും? ഇന്ന് ആർക്കെങ്കിലും ജീവനുള്ള ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം വീട്ടിലോ ജീവിതത്തിലോ ഇല്ലെങ്കിൽ, ആ രക്തം നിങ്ങളുടെ ഭവനത്തിലേക്ക് ഒഴുകട്ടെ. ആരാധന സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. മിസ്രൈമി അടിമത്തത്തിൽ നിന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ ഒരു പെസഹ കുഞ്ഞാടിന്റെ രക്തം കട്ടളക്കാൽമേൽ കുറുമ്പടിമേൽ പരട്ടിയപ്പോൾ രക്തത്തിന്റെ മുദ്രയാൽ സംഹാരകൻ ഒഴിഞ്ഞു പോയെങ്കിൽ, അവർക്കൊരു യാത്രയുണ്ടായെങ്കിൽ, അവർക്ക് ആരാധന സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിൽ, ആരാധന സ്വാതന്ത്ര്യമില്ലാത്ത ഭവനങ്ങളിൽ പ്രാർത്ഥനകൾ ഉയരുന്ന ശബ്ദം ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധന സ്വാതന്ത്ര്യം തരുന്ന രക്തം ഇന്ന് പകലിലുമേ ആ കർത്താവിന്റെ രക്തത്തിൽ ഏൽപ്പിക്കുന്നവർക്ക് നിർജീവ പ്രവർത്തികളെ പോക്കി ആരാധിക്കാൻ കഴിയും. എന്നെ വീണ്ടെടുത്ത രക്തം, ദൂരസ്ഥനായിരുന്ന എന്നെ സമീപസ്ഥനാക്കിയ യേശുവിന്റെ രക്തം, എനിക്ക് സമാധാനം തന്ന യേശുവിന്റെ രക്തം, എന്റെ വ്യർത്ഥമായുള്ള പാരമ്പര്യത്തിൽ നിന്ന് എന്നെ വീണ്ടെടുത്ത യേശുവിന്റെ രക്തം, എന്റെ ജീവിതത്തിലെ ശാപങ്ങളെ നീക്കിയ യേശുവിന്റെ രക്തം, അതിലെല്ലാം ഉപരിയായി സാത്താനിൽ നിന്ന് എന്നെ വിടുവിച്ച ജയം തന്ന യേശു കർത്താവിന്റെ രക്തം, എനിക്ക് വിമോചനം തന്ന യേശുവിന്റെ രക്തം, എന്നെ ആരാധിക്കുവാൻ സഹായിച്ച യേശുവിന്റെ രക്തം.